നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 2/9/2025 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില RSS 4-ഉം 5-ഉം 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ISNL 20-യും ഒട്ടുപാലിലും 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പാണ്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 85 ഗ്രാം, ഒരു പവൻ്റെ മുകളിൽ 680 രൂപയാണ് വർധനവ്. സാധാരണക്കാർക്ക് അടുക്കാൻ പറ്റുമോ? കല്യാണ സീസണുകളിൽ സാധാരണക്കാർ നെട്ടോട്ട് ഓടുകയാണ് ഒരു പവനെ ഒപ്പിക്കുവാനുള്ള പാടിൽ. ഇനി നമുക്ക് റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 190 രൂപ 50 പൈസയും, ISNL 20 164, RSS 5 187 രൂപ 50 പൈസയും, ലാറ്റക്സ് 60% DRC 132 രൂപ 10 പൈസയുമാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 190 രൂപ 50 പൈസയും, RSS 5 കിലോ 187 രൂപ 50 പൈസയുമാണ്. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനൽ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 182 രൂപ 50 പൈസയും, ലോട്ട് കിലോ 170 മുതൽ 175. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 122, 60% DRC ഒട്ടുപാൽ കിലോ 91 രൂപ 50 പൈസയുമാണ്. ഇനി വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 190 രൂപ 75 പൈസയും, RSS 2 189 രൂപ 12 പൈസയും, RSS 3 187 രൂപ 63. ഇനി RSS 4 കിലോ 186 രൂപ 81 പൈസയും, RSS 5 കിലോ 186 രൂപ 40 പൈസയും ആണ്. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 182 രൂപ 50 പൈസയും, RSS 5 കിലോ 179 രൂപ 50 പൈസയും, ISNL 20 161 രൂപ 50 പൈസ മുതൽ 164 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 104 രൂപ മുതൽ 110 രൂപയാണ്. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. കേരളത്തിലെ രാവിലത്തെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 1 ഗ്രാം 9705, ഒരു പവൻ 77,640. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 10,588, ഒരു പവൻ 84,704. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 85, വെളിച്ചെണ്ണ ലിറ്ററിന് 480, കയർ ഇഴക്കയർ 10 മുതൽ 10, കരിപ്പോട്ടിക്കയർ 10 മുതൽ 15. കുരുമുളക് അൺഗാർബിൾഡ് കിലോ 698, കുരുമുളക് പുതിയത് 688, കുരുമുളക് ഗാർബിൾഡ് 718, ചുക്ക് ബെസ്റ്റ് 250, മഞ്ഞൾ സേലം 150, കൊപ്ര എടുത്തപടി 219, അടയ്ക്ക പുതിയത് 350, പഴയത് 360. കുരുമുളക് വയനാടൻ 690, ചേട്ടൻ 680, പൈനാപ്പിൾ പച്ച 36, പഴം 34, നെല്ല് കിൻഡലിന് 2300. ഇപ്പോൾ കുട്ടികളിൽ അമിതമായ ഗെയിം കളി കാരണം പല കുട്ടികൾക്കും പല പ്രശ്നങ്ങളാണ് നേരിടുന്നത്. കുട്ടികൾ ശാന്തരായിരിക്കുവാൻ മാതാപിതാക്കൾ മൊബൈലിലെടുത്ത് കൈ കൊടുക്കും. അവരെ കുറേ സൈലൻ്റായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. അതിലൂടെ പല ഭവിഷ്യത്തുകളാണ് സംഭവിക്കുന്നത്. പിന്നീട് കുട്ടികളുടെ വളർച്ചയ്ക്ക്, അതായത് കണ്ണിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ വളരുന്ന സമയമാണ് ഇപ്പോൾ. മിക്ക വീടുകളിലും ഇരുന്നര മറ്റും ഉണ്ട്. അവിടെ കയറി ഇരുന്ന് മൊബൈലും മറ്റും ഗെയിമും മറ്റും കളിക്കാതെ കുട്ടികളെ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. കുട്ടികൾ വീടിൻ്റെ ജോലിയും മറ്റും ചെറിയ രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക. അടുക്കളത്തോട്ടത്തിൽ സഹായിക്കാൻ കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തുക. കൂടി വീഡിയോ പൂർണ്ണമാകുന്നു. കണ്ടതിൽ വളരെ നന്ദി.